റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താ? നക്തുബുൽ അസ്മാ കമാഫിൽ മിസാലി എന്നാണ്. ഉദാഹരണത്തിലുള്ള പോലെ പേരുകൾ എഴുതാനാണ്. ഇവിടെ ഒരു ഉദാഹരണം മിസാൽ എന്ന് കൊടുത്തിട്ടൊരു ഉദാഹരണം ഹാദ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോഴീൻ്റെ ചിത്രം ഉണ്ടല്ലേ, പൂവൻകോഴിൻ്റെ ചിത്രം. പൂവൻകോഴിക്ക് എന്താ പറയുക? ദീക്കുൻ എന്നാണ് പറയുക. അത് ഇപ്പുറത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഓരോന്നിൻ്റെ പേരുകൾ എഴുതാനാണ്. ഇവിടെ ആദ്യത്തേത് ഒന്നാമത്തേത് എന്താണ്? ഹാദിഹി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഹാദിഹി. ഇവിടെ പിടക്കോയിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പിടക്കോയ്ക്ക് എന്താ പറയുക? ദജാജത്തുൻ എന്നാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ ദജാജത്തുൻ എന്ന് എഴുതാം. ഇവിടെ രണ്ടാമത്തെ ഹാദ എന്നാണ്. ഹാദ. എന്നിട്ട് ഇവിടെ ഒരു വീടിൻ്റെ ചിത്രമാണ് കൊടുത്തേക്കുന്നത്. വീടിന് എന്താ പറയുക? വീടിന് ബൈത്തുൻ എന്നാ പറയുക. അപ്പോൾ ഹാദ ആയതുകൊണ്ട് ഇവിടെ പിന്നെ നമ്മൾ പറയുന്ന താ ഇല്ല. ഈ ഹാത്ത ഇതാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്, അത് ഇവിടെ ഇല്ല. അപ്പോൾ ഹാദ എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊന്നും കൂടി ഉണ്ട്. ഇവിടെ അന എന്ന് കൊടുത്തിട്ട് ഒരു പൈനാപ്പിളിൻ്റെ ചിത്രം കൊടുത്തേക്കണം. പൈനാപ്പിളിന് എന്താ പറയുക? അനാനാസുൻ എന്നല്ല പറയാം. അപ്പോൾ അനാനാസുൻ എന്നിവിടെ കൊടുക്കുക. അപ്പോൾ ഹാദിഹി ദജാജത്തുൻ അല്ലേ, ഹാദാ ബൈത്തുൻ, അനാനാസുൻ. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? നസ്ലു ബിൽ മുനാസിബി കമാഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ള പോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്, ചേർത്ത് എഴുതാനാണ്. നമ്മളിവിടെ കൊടുക്കേണ്ടത് ഹാദ, ഹാദിഹി. അതാണ് ഓപ്ഷനായിട്ട് കൊടുക്കാനുള്ളത്. ഇവിടെ ഒരു ഉദാഹരണം മിസാലിത ഉദാഹരണം ഹാദാ ബാബുൻ, ഹാദാ ബാബുൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഹാദാ ഹാദിഹിയൊക്കെ കൊടുക്കാൻ താ ഉള്ളതാണെങ്കിൽ ഹാദിഹിയാണ് കൊടുക്കേണ്ടത്. താ ഇല്ലെങ്കിൽ ഹാദ കൊടുക്കുക. അപ്പോൾ ഇവിടെ അവസാനം താ നമ്മൾ പറഞ്ഞ ഈ താ ഉണ്ടല്ലോ, ഹാ താ, ഇതിവിടെ ഇല്ല. അപ്പോൾ ഹാദിഹി അല്ല ഹാദയാണ് കൊടുത്തത്. അതേപോലെ ഒന്നാമത്തെ ഇവിടെ ഷജറത്തുൻ എന്നാണ്. ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് താ ഉണ്ട്. അപ്പോൾ ഏതാ കൊടുക്കുക? ഹാദിഹിയാണ് കൊടുക്കുക. ഹാദിഹിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് ഹാദിഹി ഷജറത്തുൻ അല്ലേ, ഇത് മരമാണ് എന്നറിയും. ഇനി രണ്ടാമത്തത് എന്താ? സയ്യാറത്തുൻ എന്നാണ് ഇവിടെ ഉള്ളത്. സയ്യാറത്തുൻ, അതിൻ്റെ അവസാനം താ ഉണ്ട്. അപ്പോൾ ഏതെന്നെ കൊടുക്കുക? ഹാദിഹി തന്നെയാണ് കൊടുക്കുക. ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാണ്. ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ മരം, സയ്യാറത്തുൻ എന്ന് പറഞ്ഞാൽ കാറ്. ഹാദിഹി കൂടുമ്പോൾ ഹാദാ ഹാദിയൊക്കെ കൂടുമ്പോൾ അർത്ഥം ഇത് എന്ന് വരും അല്ലേ. അപ്പോൾ ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാണ്. ഇനി മൂന്നാമത്തത് ഇവിടെ കുർസിയുൻ എന്നാണ്. കുർസിയുൻ ഇവിടെ നമ്മൾ പറഞ്ഞ താ ലാസ്റ്റ് ഇല്ല. അപ്പോൾ ഹാദിഹി അല്ല വേണ്ടത്, ഹാദയാണ് വേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുക. ഹാദാ കുർസിയുൻ എന്നായി. ഇത് കസാരയാണ് എന്നർത്ഥം. അപ്പോൾ താ ഉണ്ടോ താ ഇല്ലേ നോക്കിങ്ങാണ്ട് എന്ത് ചെയ്യാം? ഹാദാ ഹാദിയൊക്കെ ചേർത്ത് കൊടുക്കാം. താ ഇല്ലെങ്കിൽ ഹാദ, താ ഉണ്ടെങ്കിൽ ഹാദ. ഇനി ആണിനെയാണ് പറയുന്നതെങ്കിൽ ഹാദ, പെണ്ണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാദിഹി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി മൂന്നാമത് നക്തുബു കമാഫിൽ മിസാലി. ഒക്കെ നക്തുബു കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ള പോലെ എഴുതാനാണ്. ഇവിടെ മിസാൽ കൊടുത്തിട്ട് അൻത ഇബ്നുൻ എന്ന് പറയുന്നുണ്ട് അല്ലേ, അൻത ഇബ്നുൻ. അപ്പോൾ ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയോട് പറയാണ് അൻത ഇബ്നുൻ, നീ മകനാണ്. ഇനി ആൺകുട്ടി രണ്ടാമത്തെ ചിത്രം ഡാഷ് ബിൻതുൻ എന്നാണ്. ഒരു ആൺകുട്ടി പെൺകുട്ടിനോടാണ് പറയുന്നത് എന്ത്? നീ മകളാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയോട് പെണ്ണിനോട് പറയുമ്പോൾ ഇത് ആണിനോട് പറയാനായതുകൊണ്ടാണ് അൻത ഉപയോഗിച്ചത്. ഇത് പെണ്ണിനോടാണെങ്കിൽ എന്താണ് ഇവിടെ ഉപയോഗിക്കുക? അൻതി എന്നാണ് ഉപയോഗിക്കുക. അൻതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണിനോടാണെങ്കിൽ അൻത, പെണ്ണിനോടാണെങ്കിൽ അൻതി എന്നാണ് ഉപയോഗിക്കുക. പിന്നെ ഇവിടെ
ഉസ്താദ് പറയാമെന്നാണ്. എന്താണ്? അന ഉസ്താദുൻ. ഇപ്പോൾ രണ്ടാമത്തത് അന എന്നാണ് ചേർക്കേണ്ടത്. അന ഉസ്താദ്, ഞാൻ ഉസ്താദാണ് എന്നർത്ഥം. ഇനി നാലാമത്തത് നുക്കമ്മിലു ബിൽ മുനാസിബി. എന്താണ് ഇവിടെ ഈ വിട്ട ഭാഗം യോജിച്ചത് കൊണ്ട് ചേർക്കാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തത് എന്താ? ഫദക്കിർ ഇന്നമാ എന്താ? അൻത മുദക്കിർ എന്നല്ലേ. അപ്പോൾ അൻത ചേർക്കുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. രണ്ടാമത്തെ എന്താ? വ ഡാഷ് മിനൽ മുസ്ലിമീൻ എന്നാണ്. എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? വ അന മിനൽ മുസ്ലിമീൻ എന്നാണ്. ഇനി മൂന്നാമത്തെ എന്താ? ഇന്ന ഡാഷ് തദ്ക്കിറത്തുൻ എന്നാണ്. എന്താണ്? ഇന്ന ഹാദിഹി തദ്ക്കിറത്തുൻ എന്നല്ല പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ നിയമമൊക്കെ ഇവിടെ ബാധകമാണ്. അങ്ങോട്ടൊക്കെയാണ് ഇവിടെ താഴുണ്ട്. അപ്പോൾ ഹാദിഹി എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ. നാലാമത്തത് ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് എന്നാണ്. ഹാദ ഇവിടെ ഞാൻ ആ പറഞ്ഞ ഹാത്ത ഇല്ല, അപ്പോൾ ഹാദയാണ് ഉപയോഗിച്ചത്. നോക്കൂ. അപ്പോൾ ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അപ്പോൾ അതങ്ങനെ ഇതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.